കൃഷ്ണ ദേവകി വസുദേവ നന്ദന കൃഷ്ണ ഇന്ദുവദന ശ്രീ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൃഷ്ണനാളിൻ്റെ കഥ കേട്ടാലോ? കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലേ വെണ്ണ. നമ്മുടെ യശോദാമ്മയും രോഹിണിയമ്മയും എത്ര വെണ്ണ കൊടുത്താലും ഭഗവാന് ഗോപികമാരുടെ വെണ്ണ കട്ട് കഴിക്കാതെ ഒരു സമാധാനവുമില്ല. അതായിരുന്നു ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം. ഇത് തുടർന്നപ്പോൾ ഗോപികമാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. നമുക്ക് വെണ്ണയെല്ലാം കുടങ്ങളിലാക്കി രാവിലെ തന്നെ നമുക്ക് മധുരയിൽ കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ പിന്നെ ഭഗവാൻ വെണ്ണ കക്കില്ലല്ലോ. എല്ലാവരും അത് ശരിവെച്ചു. അങ്ങനെ രാവിലെ ആയപ്പോൾ എല്ലാവരും വെണ്ണയെല്ലാം കുടങ്ങളിലാക്കി മധുരയിലേക്ക് യാത്രയായി. യാത്രയിലുടനീളം അവർ ഭഗവാനെ കുറിച്ചാണ് സംസാരിച്ചത്. ലളിതാ സഖി പറഞ്ഞു, ഇന്ന് വെണ്ണ കക്കാൻ വരുന്ന കണ്ണൻ വെണ്ണക്കുടത്തിൽ കൈയിട്ട് വെണ്ണയില്ലാതെ ഇലിഭ്യനായി പോകേണ്ടി വരും. മണിമേഖല സഖി പറഞ്ഞു, ഇന്ന് ഞാൻ സാധാരണ വെക്കുന്ന വെണ്ണക്കുടം അവിടെ കാലിയാക്കി പുതിയ കുടത്തിലാണ് ഞാൻ വെണ്ണ കൊണ്ടുവന്നിട്ടുള്ളത്. വിശാല സഖി പറയൂ, എനിക്ക് എന്തോ ഒരു വിഷമം. എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ ഉണ്ണിയല്ലേ, നമ്മുടെ കള്ളക്കണ്ണനല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെണ്ണ അവനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ കണ്ണനെ കുറിച്ച് സംസാരിച്ച് ഒരാൽമരത്തിൻ്റെ ചുവട്ടിലെത്തി. ആൽമരമാണെങ്കിലോ ഒരു കാറ്റ് പോലും ഇല്ലാതെ ഇളകിയാടുന്നു. ഗോപികമാർ അത്ഭുതത്തോടെ നോക്കി. ഇതെന്താ, ഒരു കാറ്റ് പോലും വീശാതെ ഈ ആൽമരം ഇങ്ങനെ ഇളകുന്നത്? മറ്റു വൃക്ഷങ്ങളൊന്നും ആടുന്നില്ലല്ലോ. ഗോപികമാർക്ക് പേടിയായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു അട്ടഹാസ ചിരി. ഗോപികമാർ പേടിച്ച് വിറച്ച് പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചു. അപ്പോൾ ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു അശരീരി, നിൽക്കവിടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? രംഗദേവി സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പാലും വെണ്ണയും വിറ്റ് ജീവിക്കുന്ന വ്രജവാസികളാണ്. പാലും വെണ്ണയും വിൽക്കാൻ വേണ്ടി മധുരയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു, ഓഹോ, നിങ്ങൾ എൻ്റെ ശത്രുവായ ആ ഗോപാലകന്മാരുടെ ആൾക്കാരാണല്ലേ, രാമൻ്റെയും കൃഷ്ണൻ്റെയും. സുദേവി പേടിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ കൃഷ്ണനെ കൊല്ലാൻ വന്ന രാക്ഷസനാണ്. കൃഷ്ണനെ വധിക്കാൻ വന്ന എൻ്റെ എല്ലാ ബന്ധുജനങ്ങളെയും അവൻ ഇല്ലാതാക്കി. അവനെ വധിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് ഞാൻ. നിങ്ങളെയെല്ലാം ഇല്ലാതാക്കി, എല്ലാ വ്രജവാസികളെയും ഇല്ലാതാക്കി കണ്ണനെ കൊല്ലാൻ വന്നതാണ് ഞാൻ. ഇത് കേട്ട ഗോപികമാർക്ക് വല്ലാതെ വിഷമമായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണനെ ഒന്നും ചെയ്യല്ലേ, അവനൊരു പാവമാണ്. അവൻ ആരെയും വധിച്ചിട്ടില്ല. അവനെ കൊല്ലാൻ വന്നവരെ എന്തോ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ ഇല്ലാതായതാണ്. അല്ലാതെ ഞങ്ങളുടെ കണ്ണൻ ആരെയും ഉപദ്രവിക്കില്ല, ആരെയും വധിക്കില്ല. ഞങ്ങളെ കണ്ണനെ ഒന്നും ചെയ്യല്ലേ, വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഭക്ഷിച്ചോളൂ. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന് എന്ത് രുചിയാണുള്ളത്? പാലും വെണ്ണയും കഴിക്കുന്ന അവൻ്റെ ശരീരമാണ് എനിക്ക് വേണ്ടത്. ഗോപികമാർ പേടിച്ച് കരയാൻ തുടങ്ങി. കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് അവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ മരത്തിൽ നിന്നും വീണ്ടും ശബ്ദം കേട്ടു, നിങ്ങളുടെ സ്നേഹം കണ്ട ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങളുടെ വെണ്ണ കഴിച്ചാണ് ആ ബാലകനെ ഇത്രയും ശക്തി ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു കുടം വെണ്ണ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കൂ. അറിയാലോ, ഒരു ദിവസമെങ്ങാനും മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണനെ ഞാൻ കൊന്നു ഭക്ഷിക്കും. ഇത് കേട്ട ഗോപികമാർക്ക് വളരെയധികം സന്തോഷമായി. അവർ പറഞ്ഞു, ഞങ്ങളെ നാളെ മുതൽ എന്നും വെണ്ണ കൊണ്ടുവച്ചോളാം, ഞങ്ങളുടെ കണ്ണനെ ഒന്നും ചെയ്യരുത്. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു, ആ ശരി ശരി, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെണ്ണയെല്ലാം മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കൂ, എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കൂ. ഗോപികമാർ വെണ്ണക്കുടങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ആൽമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ വീണ്ടും ആൽമരം ആടി ഉലയുന്നു. പേടിച്ച് വിറച്ച് ഗോപികമാർ മാറി നിന്നു. അത് ആ ആൽമരത്തിൽ നിന്ന് ഒരു കൈ നീണ്ടു വന്ന് ആ വെണ്ണക്കുടങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അതെല്ലാം കാലിയാക്കി തിരിച്ചു കൊണ്ടു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചു. ഗോപികമാർ ആ കാലിക്കുടങ്ങളെല്ലാം എടുത്ത് ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് അവർ പരസ്പരം പറഞ്ഞു,
ഇവിടെ നടന്നതൊന്നും നമുക്ക് ആരോടും പറയണ്ട കേട്ടോ. കാരണം കണ്ണൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ പേടിച്ച് എന്തെങ്കിലും അസുഖം വന്നാലോ. എല്ലാ ഗോപികമാരും പറഞ്ഞു, അതെ അതെ ശരിയാ, ഇത് ആരോടും പറയണ്ട. അങ്ങനെ ദിവസവും രാവിലെ ഗോപികമാർ ഒരു കുടത്തിൽ വെണ്ണ നിറച്ച് ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെക്കും. ആൽമരത്തിൽ നിന്ന് കൈ നീണ്ടു വന്ന് ആ വെണ്ണ എടുക്കുകയും ഭക്ഷിച്ചതിന് ശേഷം കാലിക്കുടം താഴെ വയ്ക്കുകയും ചെയ്യും. ഇത് പതിവായി. ആ നീണ്ടുവന്ന കൈകൾ ആരുടേതാണെന്നോ? സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളായിരുന്നു അത്. പാവം ഗോപികമാർ, അവർക്കത് അറിയില്ലായിരുന്നു. അവർ എന്നും ഇതുപോലെ വെണ്ണ കൊണ്ടുവയ്ക്കും, ഭഗവാൻ അത് ഭക്ഷിക്കും. ഗോപികമാരുടെ സൂത്രം മനസ്സിലാക്കിയ ഭഗവാനും ഗോപാലകന്മാരും നേരത്തെ തന്നെ ആ ആൽമരത്തിൽ കയറിയിരിപ്പുണ്ടായിരുന്നു. അവരാണ് ഗോപികമാരെ പേടിപ്പിച്ചത്. അങ്ങനെ ഭഗവാൻ ഈ വെണ്ണ എടുത്തിട്ട് ആലിലയുടെ ഇല കുമ്പിളാക്കി വെണ്ണ അതിലിട്ടിട്ടാണ് ഗോപാലകന്മാർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ ബാക്കിയുള്ള വെണ്ണ ഭഗവാനും കഴിച്ചു. അങ്ങനെ ആലിൻ്റെ ഇല കുമ്പിളാക്കി വെണ്ണ ദിവസവും കൊടുത്തിരുന്നത് കൊണ്ട് പിന്നീട് ആ ആലിൻ്റെ ഇല കപ്പിൻ്റെ ആകൃതിയിൽ ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആ ആലിന് കൃഷ്ണനാൽ എന്ന പേര് വന്നത്. ഭഗവാൻ ഇല പൊട്ടിച്ച് കുമ്പിളാക്കി വെണ്ണ കൊടുത്തത് കൊണ്ടാണ് ആ ഇല പിന്നീട് കുമ്പിളാകൃതിയിൽ വളരാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ആ ആലിന് കൃഷ്ണനാൽ എന്ന പേര് വന്നത്. ഇതാണ് കൃഷ്ണനാലിൻ്റെ ഒരു ചെറിയ കഥ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ കഥകളായി വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.